ഒരു കാലത്ത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളെ വളരെയധികം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ സ്വന്തമായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുന്ന ഒരു രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ മാറിയിട്ടുണ്ട്. നമ്മൾ നിരവധി സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും അവരുടെ അതിശയിപ്പിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചും പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആധുനിക ഡ്രോണുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന നിരവധി സ്റ്റാർട്ടപ്പുകൾ. നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറയുന്ന ഒരു പുതിയ ഡ്രോണിനെ കുറിച്ചും അത് നിർമ്മിക്കുന്ന കമ്പനിയെ കുറിച്ചുമാണ്. ഭാരതത്തിലെ ആദ്യത്തെ ആംഫിബിയസ് അഥവാ കരയിലും വെള്ളത്തിലും ഒരുപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഡ്രോണാണ് അവതാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഡ്രോണ് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള അക്വ എയറെക്സ് ഓട്ടോണമസ് സിസ്റ്റംസ് ആണ് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ആകാശ നിരീക്ഷണത്തിനും ജലാന്തര ട്രാക്കിങ്ങിനും വെവ്വേറെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരമായിട്ട് രണ്ട് മേഖലകളിലും ഒരുപോലെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാധുനികമായ ഒരു സംവിധാനമാണിത്. ആധുനിക സമുദ്ര സുരക്ഷ, രഹസ്യാന്വേഷണം, നിരീക്ഷണം എന്നിവയുടെ സങ്കീർണമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ഡ്രോണാണ് അവതാർ. വിദൂരമോ അപകടം നിറഞ്ഞതോ ആയ തീരദേശ കടൽ മേഖലകളിലേക്ക് പറന്നുയരാനും മനുഷ്യ സഹായമില്ലാതെ തനിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു അന്തർവാഹിനി പോലെ മുങ്ങിത്താഴ്ന്ന് നിരീക്ഷണം നടത്താനും തുടർന്ന് വെള്ളത്തിന് മുകളിൽ വന്ന് തിരികെ ബേസിലേക്ക് പറക്കാനും കഴിയുന്ന ഒരു ആധുനിക ഡ്രോണാണ് അവതാർ. ഈ സംവിധാനം ഔദ്യോഗികമായിട്ട് TRL-6 കൈവരിച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥ സാഹചര്യങ്ങളിൽ വിജയകരമായി പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട പൂർണ്ണ സജ്ജമായ പ്രോട്ടോടൈപ്പാണ് ഇപ്പോൾ ഇത്. എന്ന് വെച്ചാൽ മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് ഈ ടെക്നോളജിയെ അവർ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഭാരം കുറഞ്ഞതും എന്നാൽ അതീവ കരുത്തുറ്റതുമായ കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉപ്പുവെള്ളം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും മറ്റു ഭാഗങ്ങളെയും നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേക ആന്റി കറോസിൻ കോട്ടിങ്ങുകൾ ഉൾപ്പെടെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് ഉപ്പ് അടിഞ്ഞുകൂടുന്നതിൽ നിന്നും സമുദ്രത്തിലെ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ഡ്രോണിനെ സംരക്ഷിക്കുന്നു. ഡ്രോണിന്റെ കാർബൺ ഫൈബർ ഘടനയ്ക്കും വെള്ളത്തിനടിയിലുള്ള സെൻസറുകൾക്കും കൂടുതൽ ആയുസ് ഉറപ്പാക്കാൻ ദൗത്യങ്ങൾക്ക് ശേഷം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്ന ലളിതമായ ഒരു രീതിയാണ് ഇതിന്റെ പരിപാലനത്തിൽ പിന്തുടരുന്നത്. കടുത്ത അഴുക്കുള്ള വെള്ളത്തിലും ദിശ മനസ്സിലാക്കുവാനും ജലാന്തര ഘടനകൾ മാപ്പ് ചെയ്യാനും ഇതിന് കഴിയും. ഇതിന്റെ ഇമേജിംഗ് സോണാർ അതിനാണ് സഹായിക്കുക. വെള്ളത്തിനടിയിലുള്ള കൃത്യമായ സ്ഥാനവും സഞ്ചാര വേഗതയും ട്രാക്ക് ചെയ്യാൻ ഇതിലുള്ള ഡോപ്ലർ വെലോസിറ്റി ലോഗർ സഹായിക്കും. അൾട്രാ ഷോർട്ട് ബേസ് ലൈന് ഇതിന്റെ ജലാന്തര പൊസിഷനിങ് സംവിധാനമാണ്. ഇതിലുള്ള അക്കോസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ മോഡം വെള്ളത്തിനടിയിൽ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കും. LED അറകളും പ്രത്യേക ഒപ്റ്റിക്കൽ ക്യാമറകളും ഇതിലുണ്ട്. വെളിച്ചം കുറഞ്ഞതും കലക്കുവെള്ളം നിറഞ്ഞതുമായ സാഹചര്യങ്ങളിൽ പോലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകാൻ ഇത് സഹായിക്കും. ആഴം കുറഞ്ഞ തീരദേശ മേഖലകളിലും ഉൾക്കടലുകളിലും പരമ്പരാഗത അന്തർവാഹിനികൾക്കോ സാധാരണ വ്യോമ ഡ്രോണുകൾക്കോ കൃത്യമായി നിരീക്ഷണം നടത്താൻ സാധിക്കാറില്ല. ഈ പരിമിതി മറികടക്കാൻ ഈ അവതാർ എന്ന് പറയുന്ന ഡ്രോൺ ഇന്ത്യയെ സഹായിക്കും. ഹാർബറുകൾ, കപ്പൽ ചാലുകൾ, കപ്പലുകൾ നിർത്തിയിടുന്ന സ്ഥലങ്ങൾ എന്നിവയ്ക്ക് താഴെയുള്ള അടിയൊഴുക്കുകളും അദൃശ്യമായ ഭീഷണികളും അട്ടിമറി ശ്രമങ്ങളും നിരീക്ഷിക്കുവാനുള്ള ആദ്യ പ്രതിരോധ നിരയായിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. കരയിലും വെള്ളത്തിലും ഒരേ സമയം പശ്ചാത്തല മാറ്റങ്ങൾക്കനുസരിച്ച് തത്സമയ വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് സഹായിക്കും. ഇതിനായി പ്രത്യേകം ടീമുകളോ ഉപകരണങ്ങളോ മാറ്റേണ്ടതില്ല. തീരദേശ രഹസ്യാന്വേഷണത്തിന് ഇത് മികച്ച ഒരു ഉപകരണമാണ്. തുറമുഖ സുരക്ഷയുടെ കാര്യം പോലെ തന്നെ തീരദേശ രഹസ്യാന്വേഷണത്തിനും ഇത് മികച്ചതായി മാറുന്നു. സമുദ്രത്തിലെ സങ്കീർണമായ അടിത്തട്ടുകളിൽ അതിവേഗ തിരച്ചിൽ നടത്താൻ നാവികസേനയെയും കോസ്റ്റ് ഗാർഡിനെയും സഹായിക്കുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഒക്കെ എളുപ്പത്തിലാക്കാനും വേഗത്തിലാക്കാനും ഇത് സഹായിക്കും. ഓഫ് ഷോർ ഊർജ നിലയങ്ങൾ, പൈപ്പ് ലൈനുകൾ, കടലിനടിയിലെ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ, ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ സ്വയംഭരണ രീതിയിൽ ഇടയ്ക്കിടെ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കടലിലെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധനയ്ക്ക് ഇത് വളരെ ഉപകാരപ്പെടും. കപ്പൽ ഗതാഗതം തടസ്സപ്പെടാതെയും ഡൈവർമാരുടെ ജീവൻ അപകടത്തിലാകാതെയും
കപ്പലുകളുടെ അടിഭാഗങ്ങളും തുറമുഖങ്ങളുടെ തൂണുകളും പരിശോധിക്കാൻ ഇത് സഹായിക്കും. എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ഡ്രോൺ തന്നെ ഒരുപാട് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മറികടക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു സ്റ്റാർട്ടപ്പിന്റെ ചരിത്രം എടുത്താൽ 2024 ജിതേന്ദ്ര കുമാർ, പൂർണ്ണമൽ സൈനിയും ഗൗതമി TSഉം ചേർന്നാണ് ഈ അക്വ എയർഎക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് തുടക്കമിടുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇന്ന് രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. വളരെ പരിമിതമായൊരു ബഡ്ജറ്റിലാണ് അവർ ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 12.5 കോടി രൂപയാണ് സ്റ്റാർട്ടപ്പിനായിട്ട് കമ്പനി സമാഹരിച്ചത്. നിലവിൽ രാജ്യത്തെ വൻകിട കമ്പനികൾ വലിയ നിക്ഷേപമാണ് ഈ ഒരു സ്ഥാപനത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ അവതാർ ഡ്രോൺ എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ആണെങ്കിലും അതിന്റെ ഉപയോഗമാണെങ്കിലും ടെക്നോളജി ആണെങ്കിലും വളരെ മികച്ച നിൽക്കുന്ന ഒന്നാണ്. പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രോൺ ആണ് എന്നതാണ് എടുത്തു പറയേണ്ട സവിശേഷത. അവതാർ ഡ്രോണിന് പുറമെ ഡ്രോണിൽ നിന്നുള്ള വിവരങ്ങളും സോണാർ ദൃശ്യങ്ങളും ഒറ്റ സ്ക്രീനിൽ ക്രോഡീകരിച്ച് കാണിക്കുന്ന അക്വ എയർ എക്സ് GZS എന്ന ഗ്രൗണ്ട് കൺട്രോൾ പ്ലാറ്റ്ഫോമും കമ്പനി വികസിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ നെക്സോർ, ഡീപ് നിംബസ് എന്നീ ഭാവി പ്രോജക്റ്റുകളും ഇവരുടെ അണിയറയിലുണ്ട്. ഭാരത സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് പ്രോഗ്രാമിലേക്കും അക്വ എയർഎക്സ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലേക്കുള്ള ഇവരുടെ വളർച്ചയ്ക്ക് വലിയ അടിത്തറയേകുന്ന ഒന്നാണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, 2010 മുതലുള്ള ഇങ്ങോട്ടുള്ള കാലം ഇന്നുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2014 നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് വരെയുള്ള കാലത്ത് നമ്മളൊക്കെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ മെജോറിറ്റിയും നമ്മുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്തവയാണ്. അതായത് വിയറ്റ്നാമും ചൈനയും ഒക്കെ മൊബൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് വളരെ മുന്നേറിയിരുന്ന ഒരു സമയത്തും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇറക്കുമതിയായിരുന്നു കൂടുതൽ ആശ്രയിച്ചത്. മൈക്രോമാക്സ് ഒക്കെ പോലുള്ള ചില ബ്രാൻഡുകൾ ഇവിടെ ഉൽപാദനം നടത്തുന്നു എന്ന് ആദ്യ നാളുകളിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുറത്തു നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് റീബ്രാൻഡ് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മളത് ഇന്ത്യൻ ബ്രാൻഡ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അതായത് ഇന്ത്യ ടെക്നോളജിയുടെ കാര്യത്തിൽ മറ്റു പല രാജ്യങ്ങളും മുന്നോട്ട് പോയപ്പോൾ ദീർഘവീക്ഷണമില്ലാതെ മടി പിടിച്ച് കിടക്കുകയായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഭാവിയെ മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലെ ടെക്നോളജി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു എക്കോ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നതാണ്. എന്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ വരുന്നു, സക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. വേൾഡ് ക്ലാസ് പ്രോഡക്റ്റുകളാണ് ഇന്ന് ഇന്ത്യയിൽ പല സ്റ്റാർട്ടപ്പുകളും ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഈ ഗവൺമെന്റ് കൊടുക്കുന്ന പിന്തുണയാണ്. മുൻകാലങ്ങളിൽ മൊബൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യ വളരെ പുറകിൽ പോയി. ലോകത്ത് മുൻനിര മൊബൈൽ കമ്പനികളിൽ ഒന്നും ഇന്ത്യൻ കമ്പനികൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മൊബൈൽ ഫോണിന്റെ ഒരു വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തിൽ നമ്മൾ വെറും ബയ്യറോ കാഴ്ചക്കാരനോ മാത്രമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മൈക്രോമാക്സ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇവിടെ വന്ന് ആരും അറിയാതെ എവിടെയോ പോയി. എന്നാൽ അതേ സമയത്ത് ചൈനീസ് കമ്പനികൾ ഇന്ന് വേൾഡിലെ തന്നെ ടോപ്പ് കമ്പനികളായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ സാംസങ് അടക്കമുള്ള കൊറിയൻ കമ്പനികൾ ലീഡ് ചെയ്യുന്നു. അമേരിക്കയുടെ ആപ്പിൾ കമ്പനി ഇന്നും ലീഡ് ചെയ്യുന്നു. ഇന്ത്യക്ക് അവിടെ കാര്യമായിട്ടുള്ള ഒരു റോളില്ല. എന്നാൽ ഡ്രോൺ സാങ്കേതിക വിദ്യ, AI ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ ലോകത്തെ അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം അതിന് അനുസൃതമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. കാരണം ഇത് ഭാവിയുടെ സാങ്കേതിക വിദ്യയാണ്. ഇവിടെ നമ്മൾ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് മൊബൈൽ മാനുഫാക്ചറിങ്ങിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഒരു മോദി വന്നതിന് ശേഷം ഉണ്ടായ നേട്ടമാണത്. അതിന് മുന്നേ ഇവിടെ ഒരു മൊബൈൽ ഫോണും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന, അസംബ്ലി ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ചൈനീസ് മൊബൈൽ ഫോണുകൾ പോലും ഇന്ന് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഫ്യൂച്ചർ ടെക്നോളജി ആയിട്ടുള്ള ഡ്രോൺ AI മേഖലയിൽ ഇന്ത്യ പക്ഷേ ലീഡ് ചെയ്യുകയാണ്. ഇത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കുറച്ചു കാലം മുൻപ് വരെ വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചിരുന്ന നമ്മൾ ഇന്ന് വിദേശ സാങ്കേതിക വിദ്യകളെ വെല്ലുന്ന സ്വന്തം ടെക്നോളജി ഡെവലപ്പ് ചെയ്യാണ്. സർക്കാരിന്റെ ശക്തമായ പിന്തുണയും നയങ്ങളും ഇതിൽ എടുത്തു പറഞ്ഞേ പറ്റൂ. അതിലൊന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ്. പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. ഇത് അക്വ എയർഎക്സ് പോലെയുള്ള കമ്പനികൾക്ക് വലിയ തുകയുടെ ഫണ്ടിങ്ങും ഓർഡറുകളും ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ഡ്രോൺ ശക്തിയും പുതിയ നിയമങ്ങളും. ഡ്രോൺ പോളിസി, അതായത് മുൻപ് ഇന്ത്യയിൽ ഡ്രോൺ പറത്തുന്നതിനും നിർമ്മിക്കുന്നതിനും വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ഡ്രോൺ നയങ്ങളിലൂടെ സർക്കാർ ഈ മേഖല ലളിതമാക്കി.
കൂടാതെ ഇന്ത്യയെ ആഗോള ഡ്രോൺ ഹബ്ബാക്കി മാറ്റാനായിട്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയും ഇന്ത്യ കൊണ്ടുവന്നു. 3, പലരും കളിയാക്കിയ മേക്കിംഗ് ഇന്ത്യയാണ്. പ്രതിരോധ സാങ്കേതിക ഉപകരണങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കുറച്ച് സ്വന്തമായി നിർമ്മിക്കുന്നതിന് സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ മുൻഗണന രാജ്യം നൽകാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ അങ്ങനത്തെ ഒരു എക്കോ സിസ്റ്റം രൂപപ്പെട്ടത്. അടുത്തത് പ്രധാനമായിട്ട് കഴിവുറ്റ നമ്മുടെ യുവതലമുറയും ആഗോള പരിചയവുമാണ്. ഇന്ത്യയിലെ IIT, അതുപോലെ NIT തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന യുവാക്കൾക്ക് ഇന്ന് കേവലം ഒരു IT ജോലിയിൽ മാത്രം ഒതുങ്ങാൻ താല്പര്യമില്ല. അവർ സ്വന്തമായി റിസ്ക് എടുത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ സിലിക്കൺ വാലിയിലും വിദേശത്തും ജോലി ചെയ്ത് പരിചയമുള്ള പല പ്രവാസി ഇന്ത്യക്കാരും സ്വന്തം നാട്ടിലേക്ക് വന്ന് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ഇന്ന് താല്പര്യം കാണിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിൽ എന്ത് തുടങ്ങിയാലും വിജയിക്കില്ല എന്ന് കരുതി വിദേശത്ത് പോയവരാണ് തിരിച്ചു വരുന്നതും ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും. അത് ഗവൺമെന്റ് കൊടുക്കുന്ന പ്രതീക്ഷയാണ്. ടെക്നോളജിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പുതിയ സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾ മാറി എന്നതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, മോദി ഗവൺമെന്റ് ചെയ്ത മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്തെ മുൻനിര സംരംഭകർ, ബിസിനസ്സുകാരുണ്ട്. ഇവർ പരമ്പരാഗതമായ ഇൻവെസ്റ്റ്മെന്റിൽ ഫോക്കസ് ചെയ്തിരുന്ന ആൾക്കാരാണ്. അവരെ ടെക്നോളജിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് മോദി സർക്കാരിനുണ്ട്. അതിപ്പോൾ അദാനി ഗ്രൂപ്പ് ആണെങ്കിലും ശരി, റിലയൻസ് ഗ്രൂപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ മഹീന്ദ്ര ഗ്രൂപ്പ് ആണെങ്കിലും ശരി, ഇപ്പോൾ എല്ലാ ഇന്ത്യയിലെ കമ്പനികളെയും, സമ്പന്നമായ കമ്പനികളെയും ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ടെക്നോളജിയിലേക്ക് കൂടി അവരെ കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കഴിവുള്ള ചെറുപ്പക്കാർ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ് പ്രധാനമായിട്ടും പ്രതീക്ഷയുള്ള സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഇന്ന് നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് ആഗോള തലത്തിൽ വളരാൻ സാധിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്ത്യൻ കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. സ്റ്റാർട്ടപ്പുകൾക്ക് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല, ഇൻവെസ്റ്റേഴ്സിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ കൃഷി, ദുരന്ത നിവാരണം, സൈന്യം, ഖനനം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ ഡ്രോണുകൾക്കും AI-ക്കും വലിയ ആവശ്യമുണ്ട്. വിസ്തൃതമായ അതിർത്തികളും സമുദ്രതീരവുമുള്ള ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് ഇത്തരം ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സ്വന്തം നാട്ടിൽ തന്നെ വലിയൊരു മാർക്കറ്റ് ഉള്ളത് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച വേഗത്തിലാക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഭാവി? അതും നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ മാത്രമല്ല, ഹാർഡ്വെയർ, AI ആയുധ നിർമ്മാണം എന്നിവയിലും ഇന്ത്യ ഒരു ആഗോള ശക്തിയായിട്ട് ഭാവിയിൽ മാറും. മറ്റു വികസിത രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഇത്തരം ഉയർന്ന മൂല്യമുള്ള അഥവാ ഹൈടെക് കമ്പനികൾ വളരുമ്പോൾ രാജ്യത്തിലേക്ക് വൻതോതിൽ വിദേശ പണം എത്തുകയും ലക്ഷക്കണക്കിന് ഉയർന്ന ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ അത് കാരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായും സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ത്യൻ യുവാക്കളുടെ കഠിനാധ്വാനവും കൃത്യമായ പിന്തുണയും ചേരുമ്പോൾ ഭാവിയുടെ ഭൂപടത്തിൽ ഇന്ത്യ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഇതിനെല്ലാം കാരണം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ദീർഘവീക്ഷണമാണ്. രാജ്യത്തിനോട് നമ്മുടെ യുവാക്കൾക്ക് കൂറുണ്ടാവുന്നതിന്, രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ നമ്മളും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ചെറുപ്പക്കാരുടെ ചിന്തകൾക്ക് പ്രേരണ നൽകിയത് മോദിയുടെ നേഷൻ ഫസ്റ്റ് അഥവാ ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.